വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. നിങ്ങളുടെ രണ്ടുപേരുടെയും വീഡിയോ ഞാൻ കണ്ടിരിക്കുന്നതും നിങ്ങൾ കണ്ടിരിക്കുന്ന ഒന്നാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ കണ്ട ഒരു വീഡിയോയിൽ ഇവർ ഏതൊരു ഫംഗ്ഷനിൽ ചെയറിലിരുന്നിട്ട് യോധ മൂവിയിലെ പാട്ട് വളരെ സിമ്പിളായിട്ട് പാടുന്നതാണ് ഞാൻ കാണുന്ന വീഡിയോ. കാരണം സാധാരണ ഇവിടെ സ്റ്റേജിൽ നിന്ന് പാടുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ചെയറിലിരുന്ന് ഈസി ആയിട്ട് പാടുന്നത്. ഈ വീഡിയോ തന്നെയാണോ നിങ്ങൾ കണ്ടിട്ടുള്ളത് മാസ്റ്റേഴ്സ്? അതെ ആണ്. ഞാൻ നേരിട്ട് ജയിക്കേണ്ടവരാണ്. എല്ലാ ജനതകളെയും റെപ്രസെന്റ് ചെയ്ത് ഞാൻ ജയിക്കേണ്ടതായിരുന്നു. ഗംഭീരമായിരുന്നു. ആ വീഡിയോയെ പറ്റി ഒരു സംശയമുണ്ട്. നിങ്ങളവിടെ ഇരുന്നങ്ങനെ പാടി എന്താ വേറെ ഏതെങ്കിലും ഫംഗ്ഷൻ ആണോ അവിടെ നടക്കുന്നുണ്ടായിരുന്നു? അത് എൻ്റെ മകന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ആയിരുന്നു. ചേച്ചി അവിടെ ഗസ്റ്റായിട്ട് വന്നതാണ്. ഇപ്പൊ ചേച്ചി ഒരു പ്ലേബാക്ക് സിംഗർ കൂടിയാണ്. നിങ്ങൾ നോർമലി ഗാനമേളയ്ക്കൊക്കെ പോകുന്ന ടീംസ് ആണോ നിങ്ങൾ? ഒരു ട്രൂപ്പ് അങ്ങനെയാണോ? രണ്ടുപേരും ഒരു ട്രൂപ്പിലാണോ? ഞാൻ ഫ്രീ ആയിട്ട് പോകുന്നതാണ്, എല്ലായിടത്തും പോകും. അപ്പൊ മാസ്റ്റേഴ്സ്, നമുക്ക് ഇവരുടെ സോങ് ലൈവ് ആയിട്ട് കേട്ടാലോ? തീർച്ചയായിട്ടും. പാടിത്തരുമോ? തീർച്ചയായും. ഓക്കെ. മണി കണ്ണഴകി പനിനീർ പാടം കതിരണിയാനിതിലേ പോരുമോ, ഇതിലേ പോരുമോ? പൊന്നിതളേ നിന്നരികിൽ പരതും മുത്തും കുളിരലയായി ഒരു നാൾ ഞാൻ വരും, ഒരു നാൾ ഞാൻ വരും. മറുവെണ്ണിലാമണി തൂവൽ കുടമുള്ള പൂത്തൊരി നാളിൽ എഴുതിയ നിറങ്ങളെ കുന്നിമണി കണ്ണഴകി പനിനീർ പാടം കതിരണിയാനിതിലേ പോരുമോ, ഇതിലേ പോരുമോ? തേൻ തുള്ളിപ്പാട്ടിൽ ഒരു ദേവാരക്കാട്ടിൽ നീലരാവു പിറന്നാളുണ്ടതു നീ അറിഞ്ഞില്ലേ? പാലപ്പൂവീട്ടിൽ പുതുപാൽവള്ളിക്കൂട്ടിൽ പാരിജാത പിന്തുടർന്നത് പണ്ടു പണ്ടല്ലേ? വിളിക്കാതെ വന്നു വിളക്കായി നിന്നു നിനക്കെന്റെ രാഗം സ്വരച്ചിന്തു തന്നു. ഉഷസ്സിന്റെ തേരിൽ മുഖശ്രീ തെളിഞ്ഞു. കുന്നിമണി കണ്ണഴകി പനിനീർ പാടം കതിരണിയാനിതിലേ പോരുമോ, ഒരു നാൾ ഞാൻ വരും. അടിപൊളിയായിരുന്നു. വേറെ പാട്ടും നിങ്ങളുടെ കേൾക്കാൻ പറ്റി. ശരിക്കും പ്രൊഫഷണലി നിങ്ങൾ എന്ത് ചെയ്യാണ്? രാഹുൽ ചേട്ടൻ എവിടെ വർക്ക് ചെയ്യുമല്ലോ ആണോ? അല്ല, ഞാനും ഗാനമേള ഫീൽഡ് തന്നെയാണ്. ആണ് കംപ്ലീറ്റ്ലി. ഓക്കെ. വീണ ചേച്ചി, നിങ്ങൾ രണ്ടുപേരും തന്നെ സിംഗേഴ്സ് ആയിട്ട് തന്നെയാണ് പ്രൊഫഷണലി ചെയ്യുന്നത്. ആ വീഡിയോ ആരാണ് ശരിക്കും എടുത്തത്? ആ ബർത്ത്ഡേയുടെ ആ വീഡിയോ ആരായിരുന്നു? വൈഫ് എടുത്തതാണ്. ഈ നെഗറ്റീവ് കമന്റ്സ് എന്തിനാ വന്നത് നിങ്ങളുടെ ആ പാട്ടിന്റെ ഇതില്? അത് ഒറിജിനൽ പാട്ടിട്ട് ഞങ്ങൾ ചുണ്ടനക്കുവാണെന്ന് പറഞ്ഞ ഒരുപാട് വിമർശനങ്ങള് അങ്ങനത്തെ ഇതില്. ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്യുവാണ്. അതായത് നമുക്ക് ആ ട്രാക്ക് ഇല്ലാണ്ട് നിങ്ങൾക്ക് അതൊന്ന് പാടാൻ പറ്റുമായിരിക്കും. ആ വയർക്കുനുവിനെ എന്നുള്ള ആ സോങ് പാടാം. ഓക്കെ. ശശിലേഖേ നീ പുൽകി പുൽകിച്ചേരും ശശികാന്തക്കല്ലായിപ്പോയൻ മാനസം. തുളസി തീർത്ഥം കിനിയും ഗംഗ കൊണ്ടുവച്ച ശിഖരം ഉണരും നേപ്പാൾ നഗരം കൊണ്ടുതന്നു നിന്നെ ഇന്നു പകരം. സ്വർഗമീ രംഗം സ്വന്തമീ ബന്ധം സുന്ദരം ജന്മസംഗമം. കുനുകുനെ ചെറുകുറു നിരകൾ ചുവഴിടും കവിളുകളിൽ നനി നനി നഖപടമെഴുതും സുമശര വിരലുകളിൽ
ഒരു വിരിയും ഒരു കൊഴിയും കുളിരവിടൊഴുകി വരും. മനസ്സും മനസ്സും മധുരം നുകരും അസുലഭ ശുഭ നിമിഷം. ഇനിയൊരു ലഹരി തരൂ, ഇഴുകിയ ശ്രുതി പകരൂ. ഹിമഗിരി ശിഖരികളെ കരളിന് കുളിരല പണിതു തരൂ. താങ്ക് യു. അടിപൊളി അടിപൊളി അടിപൊളി. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മ്യൂസിക് കമ്പോസിംഗ് ആണത്. ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ അറിയാലോ അല്ലേ? AR റഹ്മാൻ. AR റഹ്മാൻ. അദ്ദേഹത്തിന്റെ ദിലീപ് എന്ന് പറയുന്ന പേരിൽ മലയാളത്തിന് സംഗീതം. യോധ. അതെ യോധ. ഇപ്പൊ രാഹുലെ ഇതിപ്പോ ഇവിടെ ഇങ്ങനെ പാടി നന്നായി, ലീന പാടിച്ച നന്നായി. അതെ. ആ നെഗറ്റീവ് കമന്റ് ഇട്ടവർക്കൊക്കെ ഇപ്പൊ ഇത് നമ്മുടെ തന്നെ വോയിസ് ആണ്, നമ്മുടെ തന്നെ പാട്ടാണെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലേ? അത് ഏറ്റവും വലിയ ഒരു സ്റ്റേജിൽ തന്നെ ചെയ്യാൻ പറ്റി. യെസ്. അപ്പൊ നാദിക, ഇത് ഇവിടെ പാട്ടിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു അറിവില്ല, പക്ഷെ ഞങ്ങൾക്ക് എല്ലാം പഠിപ്പിച്ചു തരുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ സിംഹം എന്ന് പറയുന്നതും ഞങ്ങളുടെ നാദികയാണ്. സിംഹം മടയിൽ പോയി പാട്ട് പഠിച്ചാള്. ഗാനരാജാവ് ഞങ്ങളുടെ രാജാവാണ് നാദിക. ഗാനരാജാവ്. അതെ. അപ്പൊ നാദികയ്ക്കായിരിക്കും കുറച്ചുകൂടി കൂടുതൽ ഇവരുമായിട്ട് കണക്ട് ചെയ്യാൻ എളുപ്പം. യെസ് നാദിക, ചോദിച്ചോളൂ, ഏത് ഗാനം വേണമെന്ന് ഇവർ പാടിത്തരും. നമുക്ക് സ്റ്റേജിൽ പാടുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉള്ള പാട്ടുകളല്ലേ, ചിലപ്പോൾ പെട്ടെന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് ക്ലാപ്സ് ഒക്കെ കിട്ടുന്ന പാട്ടുകൾ. സ്റ്റേജിൽ പാടുമ്പോഴത്തേക്ക് ഫാസ്റ്റ് സോങ്സ് പാടുമ്പോഴത്തേക്ക് തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ ആ പാട്ടിനാണ് കൂടുതൽ. വേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം അല്ലേ? അതെ അതെ. ഫിലിം ഏതായിരുന്നത്? രഥോത്സവം. രഥോത്സവം. സുരേഷ് ഏട്ടൻ. നമുക്ക് പാട്ട് കേട്ടാലോ? തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ മച്ചാനെ പാരുങ്കടി. തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ മച്ചാനെ പാരുങ്കടി. വായോ വായോ നീ എൻ മാറിൽ ചായു മഞ്ഞൾ പൂത്താലി തരാ, നിന്റെ മാരനായി കൂടെ വരാ. പൊന്നും മിന്നും കൂടാരും വേണ്ട പൊള്ളാച്ചിത്തേവരല്ലേ. വായ വായ നീ മാറിൽ ചായ മാർഗഴി മാസമല്ലേ, മാട്ടുപൊങ്കലിൻ നെഞ്ചിലല്ലേ. പറഞ്ഞിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല, പാട്ട് പഠിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയാണ് ഈ പാട്ട് പഠിച്ചിട്ടില്ല എന്നത് മാത്രമല്ല, ദാസേട്ടന്റെ ശബ്ദവുമായിട്ട് സാമ്യത ഉണ്ട് താനും. കറക്റ്റ്. അതൊക്കെ ഭാഗ്യമാണ് കുട്ടി. വീട് ചേച്ചാലേക്ക് ഞാനും പാട്ട് പഠിച്ചിട്ടുള്ളത് പറഞ്ഞാൽ മതിയായിരുന്നു എന്നുള്ളതാ. എത്ര വർഷം പാട്ട് പഠിച്ചു? മോനെ അത് ഒരിക്കലും അനുകരിക്കാൻ ശ്രമിക്കണ്ട കേട്ടോ, കാരണം നല്ലൊരു ശബ്ദമുണ്ട്. കാരണം ദാസേട്ടന്റെ ശബ്ദം ആണ് അതിന്റെ സാമ്യമുണ്ട് എന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ശരിക്കും ആ ശബ്ദമുണ്ട്. അത് ആദ്യമേ അത് ഞങ്ങൾ തമ്മിൽ പരസ്പരം പറഞ്ഞാലും നമ്മൾ ഓപ്പണായിട്ട് പറയായിരുന്നു. എന്താ പറയുക, ഓഡിയൻസിന് ആ ഒരു സിംഗറിലേക്ക് അതിൽ തളയ്ക്കപ്പെടരുത്. കാരണം വേറിട്ട ശബ്ദമാണ് ഇപ്പൊ നമുക്ക് ആവശ്യം. അപ്പോൾ ഇത്രയും ഗാനത്തിനെ കുറിച്ച് വിവരമായിട്ടൊന്ന് സംസാരിക്കാൻ അറിഞ്ഞൂടാത്തോണ്ടാണ് ഞാൻ ഇവിടെയും നാദുക്ക് അവിടെ ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് ഞാൻ നടുക്കിരിക്കുന്നത്. ഹമ്മിങ് ക്ലാസിക്കൽ സെമി ക്ലാസിക്കലിൻ്റെ ഏതെങ്കിലും ഒന്ന് കേൾക്കാം. നമുക്ക് ഒന്ന് മൂളിയാൽ മതി, പാട്ടല്ല, ഒന്ന് ഹമ്മിങ് ഏതെങ്കിലും. താങ്ക് യു. ഞെട്ടി ഒരാൾ അവിടെ പതറിപ്പോയി. ഇത് ആക്ച്വലി ഒരു പാട്ട് പഠിക്കാത്ത ഒരാൾ, വേറെ ആൾക്കാരുണ്ടാവും പാട്ട് പഠിക്കാതെ ഇത്രയും നന്നായി. പക്ഷെ ഞാൻ എൻ്റെ മുമ്പിൽ കണ്ടുകൊണ്ട് പറയാം, എഴുന്നേറ്റ് ഇന്ന് കൈയടിക്കാൻ നിവർത്തില്ല. വാവ്, സൂപ്പർ. ദാസേന്റെ ശബ്ദം അതൊക്കെ വേറെ കാര്യം, പക്ഷെ ആ ഓരോ സംഗതികളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതിന്റെ ഒരു വേരിയേഷൻ സൂപ്പർ. ഇനിയും ഒരുപാട് ഗാനങ്ങൾ നിങ്ങൾക്ക് പാടാൻ പറ്റട്ടെ. ഇതുപോലെ തന്നെ ഇനിയും ഒരുപാട് ഹിറ്റുകൾ നിങ്ങൾക്ക് അടിക്കട്ടെ. ബുള്ളറ്റ് പാടിയ പാട്ടിന്റെ രണ്ടുപേര് പാടിയ ആനന്ദഗംഗേ എൻ ഹൃദയമുരളിയിൽ നിറയൂ, ആമോദവർഷം എൻ മിഴിയിൽ പൂക്കളിൽ, സംഗീതമേ
ആ അല്ല ഇത് ചോദിച്ചെന്നറിയോ എപ്പോഴെങ്കിലും ആ പാട്ട് കേൾക്കുകയാണെങ്കിൽ ഇത് ഈ ഗായികയാണുള്ളത് പാടിയത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. മാസ്റ്റേഴ്സിന് എന്തെങ്കിലും കമന്റ് ആഡ് ചെയ്യാനോ ഉണ്ടെങ്കിൽ ഒറ്റ കമന്റ് ഉള്ളൂ. ഇനിയുള്ള ഇവരുടെ പാട്ടുകളൊക്കെ ഇതുപോലെ തന്നെ വൈറലാവട്ടെ, Correct. അടിപൊളിയാവട്ടെ, നന്നായിട്ട് പോട്ടെ, ഒരുപാട് വേദികൾ കിട്ടട്ടെ. ഇനിയും സൂപ്പർ. താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങളുടെ വീഡിയോസിനൊക്കെ ഒരുപാട് മില്യൺസ് കിട്ടുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ സൈഡിൽ നിന്ന് കുറച്ച് സ്റ്റാർസ് തരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചു വെക്കോ? തീർച്ചയായും. ഓക്കെ, ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഗൈസ് എങ്ങനെയാണ് നമ്മൾ സ്റ്റാർ കൊടുക്കുന്നത്? 4 സ്റ്റാർ. 4 stars. സൂപ്പർ. 4 stars ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അത് നല്ലൊരു റേറ്റിംഗ് തന്നെയാണ്. അപ്പൊ അത് നൽകാൻ വേണ്ടി എനിക്ക് തോന്നുന്നു നാദിക്കെ നമുക്ക് സ്വാഗതം ചെയ്യാം. രാഹുൽ ആൻഡ് വീണ, ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ എന്തായാലും കോമഡി മാസ്റ്റേഴ്സിന്റെ 4 സ്റ്റാർ ആർട്ടിസ്റ്റ് ആയിട്ട് ഇനി നിങ്ങൾ അറിയപ്പെടട്ടെ. അതോടൊപ്പം തന്നെ ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഷർട്ട് കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്.